ഓക്കെ, ഗുഡ് മോർണിംഗ്. എവിടെ എല്ലാവരും? ആരും വീഡിയോ കാണുന്നില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മെഡിറ്റേഷൻ? ഓക്കെ രാധി മാം, താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഒന്ന് വീഡിയോ മോഡിൽ വന്നേ. എല്ലാ ആൾക്കാരും, മാക്സിമം എല്ലാ ആൾക്കാരും വരിക. ഒരു 2 മിനിറ്റ്സ് ഞാൻ ടൈം തരും. മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു പെന്നും അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കും ഉണ്ടായിരിക്കണം. സോ എല്ലാ ആൾക്കാരും വീഡിയോ മോഡിൽ വരിക കേട്ടോ. മാക്സിമം എല്ലാ ആൾക്കാരും വരിക. ഒരു 2 മിനിറ്റ്സ് കൊണ്ട് വരിക. ദെൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നല്ല ഫീലായിരുന്നു. നല്ല ഫീൽ ആയിരുന്നു. റിലാക്സ്ഡ് ആയോ? യെസ്. യെസ്. മോർണിംഗ് തന്നെ മൈൻഡൊക്കെ ഒന്ന് കാം ആയി വളരെ പോസിറ്റീവ് ആയിട്ട് വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണല്ലോ എല്ലാവരും. സോ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എല്ലാ ആൾക്കാരും വീഡിയോ മോഡിൽ വരണം. മാക്സിമം നിങ്ങൾ ഒരു അതിന് വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെ. നിങ്ങൾക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ മോർണിംഗ് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ലേൺ ചെയ്യാൻ നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് മാറ്റി വെക്കുന്ന ഒരു ടൈമാണിത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കണം. നമുക്ക് എന്താണോ നമുക്ക് അവിടെ കറക്റ്റ് നമ്മൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ ഓഫാക്കി നമ്മൾ ഇരിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടായിട്ടുള്ള ഒരു ഇന്റൻസിറ്റി മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ, ഒരു ഇന്റൻഷൻ മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് എന്നെ മറ്റുള്ളവർ കാണണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കടന്നൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അല്ല വേറെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതൊന്ന് കേട്ട് നോക്കാം, എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിൽ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത്. മറിച്ച് എനിക്ക് ഈ ഒരു കാര്യം ഇവിടെ പറയാൻ പോകുന്ന എന്ത് കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ലൈഫിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനത് മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ആ ഒരു കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക എല്ലാ ആൾക്കാരും. സോ മാക്സിമം എല്ലാ ആൾക്കാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. ദെൻ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും? റെഡി അല്ലേ? യെസ് സർ. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. സർ ബൈക്കിലാണ്, പെട്ടെന്ന് ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് റഫീഖ് സാർ ഫോർ യുവർ റെസ്പോൺസ്. ദെൻ ബാക്കിയുള്ള ആൾക്കാർ പോലും എല്ലാവർക്കും ഒന്ന് വീഡിയോ ഓൺ ചെയ്യും. അതുപോലെ തന്നെ സെഷനിൽ റെഡി അല്ലേ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്യാൻ റെഡി അല്ലേ എല്ലാവരും? ഒന്ന് കമന്റ് ചെയ്തേ. റെഡി എന്ന് കമന്റ് ചെയ്തേ. റെഡി ആൻഡ് എക്സൈറ്റഡ് ആർ എന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. പോരാലോ, എത്ര റെസ്പോൺസ് പോരാലോ. ബാക്കിയുള്ള ആൾക്കാർ ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്? നിങ്ങൾ സെഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർ എന്ന് കമന്റ് ചെയ്ത എല്ലാവരും. Yes, ready, sir. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ദെൻ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്? ആർക്കും അറിയാം? ആർക്കും അറിയില്ല. ചില ആൾക്കാർ ഗ്രൂപ്പൊക്കെ പോയി നോക്കുന്നുണ്ട് എന്താണ് ടോപ്പിക് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ എന്താണ് ടോപ്പിക്? കിട്ടിയോ ആർക്കെങ്കിലും? സാർ ഒന്ന് നമ്മൾ just- നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ ശക്തിയായിട്ട് മുന്നേറാൻ കഴിയുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ആദ്യം സ്വയം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി. ഓക്കെ, വെരി ഗുഡ് സാർ. അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് അല്ലേ. നമ്മൾ നമ്മുടെ സെൽഫിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ശരിക്കും നമ്മുടെ എന്തായിരുന്നു മാം? ഓക്കെ, നമുക്ക് നമ്മുടെ സെൽഫിനെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ആവശ്യമുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ലേണിങ്സും. നിങ്ങൾ ആ രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്റെ കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സോ മാക്സിമം റെസ്പോണ്ട് ചെയ്യാം. ദെൻ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നമ്മുടെ സെൽഫിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? Yes, ഉണ്ട്. Self ഉണ്ട്. awareness ഉണ്ടാവണം. സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. വേണം വേണം. ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനന്ന് എന്റെ സെൽഫിന് എനിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ശരിക്കും എന്തിനാണ് അതിന്റെ ആവശ്യം, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സെൽഫിനെ മനസ്സിലാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? Self എന്തിനായിരിക്കും love ശരിക്കും നമ്മുടെ ഉണ്ടാവാന്. സെൽഫിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം എന്തായിരിക്കും? Self love ഉണ്ടാവാന്.
സെൽഫ് ലവ് ഉണ്ടാവാൻ. പിന്നെ അവയർനെസ് ഉണ്ടാവാൻ. സെൽഫ് അവയർനെസ് ഉണ്ടാവാൻ. ദെൻ Then നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരോട് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കണം കേട്ടോ. ഒരാൾ സംസാരിക്കുന്നുണ്ട്, അവർ പറഞ്ഞോളും സാർ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, നമ്മൾ വീഡിയോ ഓഫ് ആക്കിയിരിക്കുകയല്ലേ, അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. പറയുന്നത് പൊട്ട തെറ്റായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പൊട്ട തെറ്റായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ആരും നിങ്ങളെ ജഡ്ജ് എന്താണ് ചെയ്യാൻ പോകുന്നില്ല. പ്രോബ്ലം അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. എന്താണ് പ്രോബ്ലംസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, വേറെന്തിനാണ് സെൽഫ് നമ്മള് നമ്മളെ പറയട്ടെ, ഓ നമ്മളെ തന്നെ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ശരിക്കും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിയാം, മനസ്സിലാക്കണം എന്നുള്ളത് അറിയാം, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? കുറച്ച് yes. കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യ്. നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. ജെന്യൂൻ ആയിട്ട് കമന്റ് ചെയ്യണം. മറ്റുള്ളവർ ഇത് കാണുന്നു വിചാരിച്ചിട്ട് വെറുതെ കമന്റ് ചെയ്യരുത്. ജെന്യൂൻ ആയിട്ട് കമന്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യെസ്, ഓക്കെ, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കമന്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇതുവരെ ഞാൻ എന്റെ സെൽഫിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ മേ ബി ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്, ഓക്കെ ഞാൻ ചിലപ്പോൾ എന്റെ സെൽഫിനെ മനസ്സിലാക്കിയിട്ടില്ല, ഇങ്ങനെയല്ല ഞാൻ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ഞാൻ എന്നെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയല്ല സെൽഫ് അവയർനെസ് കൊടുക്കേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. ഷാഫി സാറിന്റെ പ്രോഗ്രാം കണ്ടതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്, വെരി ഗുഡ്. ദെൻ ബാക്കിയുള്ള ആൾക്കാർ കമന്റ് ചെയ്യാൻ മടിയായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഞാനിവിടെ കമന്റ് ഒക്കെ ചെയ്യണല്ലോ, ഫോണൊക്കെ എടുക്കണല്ലോ, ടെക്സ്റ്റ് ചെയ്യണല്ലോ, സാർ എന്ത് വിചാരിക്കും, ഞാൻ ഇപ്പൊ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് ജഡ്ജ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് ഇവിടെ. സോ ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സെൽഫിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുകൂടി ഷോർട്ടായിട്ട് പറയാന്നുണ്ടെങ്കിൽ സെൽഫ് ക്ലാരിറ്റി. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, എന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെ മേഖലയിൽ എനിക്ക് സ്ട്രെങ്ത് ഉണ്ട്, എന്തൊക്കെ മേഖലയിൽ എനിക്ക് സ്കിൽസ് ഉണ്ട്, മറ്റുള്ളവർ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ ഏത് സമയത്താണ് ഞാൻ വിഷമിക്കുന്നത്, ഏത് കാര്യത്തിനോടാണ് ഞാൻ കൂടുതൽ ഹാപ്പി ആവുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, എന്റെ ഡ്രീംസ് എന്താണ്, എന്റെ വിഷൻ എന്താണ്, എന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്റെ മിഷൻ എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള, നമ്മുടെ സെൽഫിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേർണിയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ? എന്നെ കുറിച്ചുള്ള ഒരു 100% ക്ലാരിറ്റി എനിക്ക് ഉണ്ടായിരിക്കണം. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ, ഒരു സെൽഫ് ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റണം. അല്ലെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് രീതിയിലുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. ഏത് കാര്യം, ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാനിപ്പോ ഇവിടുന്ന് ആരെങ്കിലും ഒരാളെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു 10 സ്ട്രെങ്ത് ഞാൻ നിങ്ങളോട് ഇപ്പം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ ശരിക്കും കേട്ടില്ല. എന്താണ്? നിങ്ങളുടെ എന്റെ വോയിസ് ക്ലിയർ അല്ല? എല്ലാവർക്കും ബ്രേക്ക് ഇല്ലല്ലോ? ഓക്കെ, ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഉള്ളിലുള്ള 10 സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ക്വാളിറ്റീസ് ഉണ്ടല്ലോ,
ആ ഒരു 10 വാല്യൂസ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഒരാളോട് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റും എന്റെ ഉള്ളിൽ ഇത്രയും സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ 10 സ്ട്രെങ്ത് ഓരോന്നും കൗണ്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? പറ്റില്ല. ഓക്കെ, മീ. ഓക്കെ, ദെൻ ട്രൈ. ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. രാജി മാം ഒന്ന് പറയോ? ആഹ് അതായത് നമ്മുടെ മനസ്സിന്റെ 10 ശക്തിനെ കുറിച്ചാണ് പറയാൻ പറഞ്ഞല്ലേ? മനസ്സിന്റെ 10 അല്ല ശക്തിയല്ല. ആ, അല്ല, അല്ല, നമ്മളിലുള്ള എങ്ങനെ? നമുക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതെ. നമുക്ക് ഇപ്പോ അല്ലെ ഉം. ഇപ്പോ നമുക്ക് എന്താ പറയാ, നമുക്ക് മറ്റൊരാൾക്ക്, അതായത് ഞാനിപ്പോ ഒരു മീറ്റിംഗ് ഒക്കെ എടുത്തു കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് അവർക്ക് കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഒരു ഇന്നലെ കാര്യം മീറ്റിംഗ് പ്രസന്റ് ചെയ്യാൻ പറ്റും നടത്തിയപ്പോൾ അല്ലേ? പ്രസന്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അത് ഓക്കെ. ഇന്നലത്തെ മീറ്റിംഗിൽ നിന്ന് അവരുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഇന്നലെ കിട്ടി. അവർക്ക് ഭയങ്കരമായിട്ട് അത് കിട്ടിയെന്ന് പറഞ്ഞു. അതായത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അത് നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു അവയർനെസ് കിട്ടുന്നത്. അപ്പൊ അതിന് എനിക്ക് സ്ട്രെങ്ത് ആണ്. മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാക്കാനും അവരെ സമാധാനിപ്പിക്കാനും കഴിയുന്നുണ്ട്. എന്റെ കുട്ടികളുടെ കാര്യങ്ങൾ, അതായത് ഞാൻ എപ്പോഴും അങ്ങനെ ചലഞ്ച് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് പോവാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ, ഇപ്പൊ കുട്ടികളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ കുടുംബത്തില് വീട്ടിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു പവർ എനിക്ക് ഉണ്ടാവാറുണ്ട്. അത് ഓക്കെ, വെരി മറ്റുള്ളവർ ഗുഡ്. ഏറ്റെടുക്കൽ, പക്ഷെ അത് ഞാൻ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യും. എനിക്കതിൽ യാതൊരു വിഷമമില്ല. എനിക്കങ്ങനെ ചലഞ്ചുകൾ ചെയ്യാൻ ഇഷ്ടമാണ്. എത്ര ബുദ്ധിമുട്ടായാലും ഞാൻ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് മാക്സിമം കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ എന്താ പറയാ, ഉം, പിന്നെ നമുക്ക് സേവിങ്സ് ആറ്റിറ്റ്യൂഡ്, ഓക്കെ. സേവിങ്സ് സേവിങ്സ് ചെയ്യാനുള്ള ഒരു മൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാൾക്കും ആ ഒരു സേവിങ്സിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാനും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് അവര് പറയാറുണ്ട്, ശരിയാണ്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു 10% അല്ലെങ്കിൽ മാറ്റിവെച്ച് ചെയ്യാൻ മാഡം പറഞ്ഞു തരുമ്പോ അത് ഞങ്ങൾക്ക് വളരെ ഇപ്പോ അത് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണെന്നൊക്കെ നമ്മുടെ ജൂനിയേഴ്സ് എന്നോട് പറയാറുണ്ട്. ഉം, പിന്നെ പിന്നെ അസുഖങ്ങളൊക്കെ വന്ന ഇപ്പോ എന്ന് പറഞ്ഞാല് നമുക്കത് എന്താണോ കറന്റ്ലി നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതൊക്കെ ഇപ്പൊ ഇങ്ങനെ നമ്മളുടെ ആ ഒരു ഇപ്പം ഈ ഒരു EFT ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അറിയുന്നത് ട്രോമ നിന്ന് വന്നിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഹീൽ ചെയ്ത് കളയാനുള്ള ഒരു പവർ ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അത് ഓക്കെ മാം, താങ്ക് യു കുട്ടികളോട് സോ മച്ച്. അതുപോലെ ഓക്കെ. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നേരിടുമ്പോൾ അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനുള്ളിലത്തെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറി നിങ്ങൾക്ക് അതിന് പുറത്തു കിടക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ദെൻ ബാക്കിയുള്ള ആൾക്കാരുടെ എന്താണ് അവസ്ഥ? എത്ര പേർക്ക് പറ്റും? ഞാൻ ഇപ്പൊ ചോദിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 സ്ട്രെങ്ത്, ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ ഒരു 10 സ്ട്രെങ്ത് നിങ്ങൾക്ക് പറയാൻ ബാക്കിയുള്ള എത്ര പേർക്ക് പറ്റും? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. അവിടുന്ന് തന്നെ ഞാനോട് പറഞ്ഞ ഞാൻ കേറി നിൽക്കേണ്ട വണ്ടിയാ നീങ്ങണ്, ഒരു ഒച്ച ഒന്നുമില്ലല്ലോ. എന്റെ വോയിസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? Yes, ഓഡിയബിൾ sir. അല്ലേ ഞാൻ? ഓക്കെ. സോ എത്ര പേർക്ക് പറ്റും? ഞാൻ ചോദിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു 10 സ്ട്രെങ്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, പറ്റും. ഓക്കെ, ദെൻ
ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ലേ? സെഷനിൽ ഇല്ലേ ഇവരൊന്നും? ഫോൺ വെച്ച് പോയാണോ? നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞു മാക്സിമം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. സോ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വാല്യൂസ് എന്താണ്, നിങ്ങളുടെ ക്വാളിറ്റി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ഇത്ര 10 ഒന്നും മനസ്സിലാക്കി പറയാം. നമുക്ക് ഒരുപാട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാവും. നമ്മൾ ചിലപ്പം ഒരിക്കലും റിയലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാത്ത അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ, അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ. ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു തിരക്കിന്റെ ഇടയിലും നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യത്തിനായിട്ട് നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആണ്. രാവിലെ എഴുന്നേൽക്കുന്ന വർക്കിന് പോകുന്ന ആൾക്കാരാണ് വർക്കിന് പോകുന്നില്ല, ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ് ചെയ്യുന്നത്. ഈ ഒരു ബാക്കിയുള്ള കാര്യത്തിൽ വേണ്ടി നമ്മൾ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ആ ഒരു ബിസി ലൈഫിൽ നമ്മളെന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, എന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എന്താണ് വേണ്ടാത്തത് എന്നതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടൈം നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ മറക്കുന്നു. അതാണ് റിയാലിറ്റി. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല, നമുക്ക് എന്താണ് വേണ്ടാത്തതെന്ന് നമുക്കറിയില്ല. നിങ്ങളോട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താണ് വേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടാത്തത് എന്നതിനെ പറ്റി എനിക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താവണം എന്താവണ്ട എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരായിരിക്കും. എന്റെ ഇമോഷൻസിന്റെ കൺട്രോളും എന്റെ ഫ്യൂച്ചറിന്റെ കൺട്രോളും മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും ഉണ്ടാകുക. അവര് പറയും, നമ്മുടെ ഫാമിലി ആയിരിക്കും പറയുന്നുണ്ടാകാം, നിന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, നീ ഈ ഒരു കാര്യം ഈ ഒരു മേഖലയിലേക്ക് പോകുന്നതാണ് ബെറ്റർ, അല്ല നീ ഈ ഒരു മേഖലയിലേക്ക് നീ ഇത് പഠിച്ചിട്ട് കാര്യമില്ല, അല്ല നീ ഇത് ചെയ്തിട്ട് കാര്യമില്ല, നീ ഈ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ അവര് പറഞ്ഞ രീതിയിലായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാകുക. നമ്മുടെ കയ്യിൽ ഇതിന്റെ യാതൊരുവിധ കൺട്രോളും ഉണ്ടാവില്ല. ബിക്കോസ് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല, എന്താണ് വേണ്ടാത്തതെന്ന് എനിക്കറിയില്ല, എന്റെ സെൽഫ് എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയില്ല, എന്റെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സെൽഫിന്റെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാര്യത്തോടും പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തോടും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല, ഒരു കാര്യത്തോടും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ആ ഒരു സംഭവം ഉണ്ടോ, എന്നെ കൊണ്ട് അത് പറ്റുമോ, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആവുമോ, ബിക്കോസ് എനിക്ക് എന്നെ പറ്റിയൊരു ക്ലാരിറ്റി ഇല്ല. റൈറ്റ്? ശരിയാണോ ഞാൻ പറഞ്ഞേ? യെസ് സർ. സോ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സംഭവത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സ്കിൽസ് ഉണ്ടായിരിക്കുന്നതിനുപരി നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റിയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയണം. എന്റെ ഇഷ്ടങ്ങൾ എന്താണ്, ഞാൻ എപ്പോഴാണ് നല്ലപോലെ ചിരിക്കുന്നത്, ഞാൻ എപ്പോഴാണ് വിഷമിക്കുന്നത്, ആൾക്കാർ ഒരു കാര്യം അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, മറ്റുള്ളവരോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, എന്റെ പേഴ്സണാലിറ്റി എന്താണ്, എന്റെ ക്യാരക്ടർ എന്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, ഞാൻ എവിടെയാണ് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്, ഞാൻ ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അറിയായിരിക്കും. നമ്മൾ ആ ഒരു ചെയ്യുന്ന സമയത്ത് ഓക്കെ എനിക്കിത് ഇഷ്ടമാണ് എന്ന് നമുക്ക് തിരിയല്ലാതെ പിന്നീട് ഒരിക്കൽ പോലും നമ്മൾ എന്താണ് നമ്മളിതിനെ കൂടുതൽ ഹാപ്പി ആക്കുന്നത്, അല്ലെ എന്താണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്, എന്താണ് നമ്മളെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ് റിയാലിറ്റി. ശരിയല്ലേ? ഈ ന്യൂറോ സയൻസിൽ മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? മെറ്റാ കോഗ്നിഷൻ എന്ന് പറയും. എന്തായിരുന്നു മാം? ഓക്കെ. സോ ഈ ഒരു മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് പറയും, വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളുടെ മേലിൽ തന്നെയുള്ള നമ്മുടെ ചിന്തകളെയാണ് മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ചിന്തകളുടെ മേലിലുള്ള നമ്മുടെ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ അവെയർ ആവുകയും, ഞാൻ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, അല്ലെ എന്ന് നമ്മൾ ഒരു അവയർനെസ് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ്, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പലരും ചിന്തിക്കുന്നത് നമ്മുടെ കൺട്രോളിലാണോ? നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു അവയർ ആണോ നമുക്കൊരു അവയർനെസ് ഉണ്ടോ അതിനെ പറ്റിയിട്ട്? ഉണ്ടോ? ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഇല്ല. ഇല്ല. നമ്മൾ പലരും നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ട്, അല്ലെ നമ്മുടെ ഓൾറെഡി ബിലീഫ് ചെയ്തതിനനുസരിച്ചിട്ട്, അല്ലെ നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വെച്ചതിനനുസരിച്ചിട്ട് ഒരു റോബോട്ടൊക്കെ പോലെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോവുകയാണ്. അല്ലെങ്കിൽ ഒരു ഓൾറെഡി എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു ചിന്തകളിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ആ ഒരു ചിന്തകൾ എന്താണ്, അത് എവിടെ നിന്നാണ് വരുന്നത്, അത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നത് പോലും നമ്മൾ ഇതുവരെ അനലൈസ് ചെയ്തിട്ടില്ല, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ല. ന്യൂറോ സയൻസിൽ ഈ ഒരു കോൺസെപ്റ്റ് ആണ്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നത് നമ്മൾ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ടാവും. നമ്മുടെ ചിന്തകളെ നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മൾ അവെയർ ആകുന്ന സമയത്ത് എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എന്താണ് വേണ്ടാത്തത്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെ ശരിക്കും എനിക്ക് ഈ ചിന്തകൾ കൊണ്ട് എൻ്റെ ലൈഫിൽ എന്താണ് എനിക്ക് ഇമ്പാക്ട് ഉണ്ടാവുന്നത്, അല്ലെ ഈ ചിന്ത ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണോ ഉണ്ടാവുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. സോ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, നിങ്ങൾക്ക് സെൽഫ് ക്ലാരിറ്റി കിട്ടാൻ അല്ലെങ്കിൽ സെൽഫ് അവയർനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, ആർക്കും അറിയാം ഒന്ന് പറഞ്ഞേ. നമ്മൾ നമ്മളെ തന്നെ അറിയാം. നമ്മളെ തന്നെ എങ്ങനെയാ അറിയാം? ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണം നമ്മളെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ? അല്ലല്ല, നമ്മൾ സെൽഫായിട്ട് അറിയാം. എങ്ങനെ അറിയും? ആരെങ്കിലും പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി ഉണ്ടാവില്ലല്ലോ സാർ. നമ്മളെ കുറിച്ച് നമ്മൾ എങ്ങനെ അറിയും? തോട്ട്, ചിന്തകൾ തന്നെ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവരെ കുറിച്ചൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടാവും. അവരെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്കറിയും, അവരെ ക്വാളിറ്റീസ് എന്താണെന്ന് നമുക്കറിയും. നമ്മൾ അവരെ ഒരുപാട് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, നമ്മൾ ശരിക്കും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ കൂടെ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? ഞാൻ അത് ചോദിക്കാം. നമ്മൾ അന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. 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 ഇപ്പൊ ഇരിക്കാറുണ്ട്. ഇരിക്കാറുണ്ട്. രാത്രി നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഒരു സ്പേസിൽ നമ്മളെ അറിയാൻ വേണ്ടി ഇരിക്കാറുണ്ട്. അറിയാൻ വേണ്ടി എന്നെ ഇരിക്കാറുണ്ട്. കണ്ണടച്ച് നമുക്ക് ഉണ്ട്. ഉം. കാരണം നമ്മൾക്ക് Okay. വേണ്ടി ഒരു 10-20 മിനിറ്റ് കൊടുക്കുക എന്ന് പറയാറുണ്ടല്ലോ. കൊടുക്കാറുണ്ട്. ആ ഒരു സമയത്ത് എന്താണ് ചെയ്യാറ്? നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്കൊരു സ്പേസിൽ പോയി ഇരിക്കും. അന്ന് നടന്ന കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അങ്ങനെ കുറച്ചു നേരം മെഡിറ്റേഷൻ പോലെ മെഡിറ്റേഷൻ പോലെ ഇരിക്കാറുണ്ട് അല്ലേ? ഇരിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സോ ഞാൻ നിങ്ങളോട് പറയാന്നുണ്ടെങ്കിൽ, ഒരു സെൽഫ് ക്ലാരിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ സെൽഫിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുക തന്നെ. വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാതെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ എന്താണ് പറയുന്നത്, വെറുതെ ഒന്നും ഇരുന്നിട്ട് ചെയ്യാതെ എന്താ? നമ്മളെപ്പോഴും നമുക്കൊരു ചെയ്യുന്ന സ്പേസ് നമുക്കൊരു സ്പേസ് ഉണ്ടാവുമല്ലോ. ആ ഒരു സ്പേസിൽ നമ്മൾ വെറുതെ ഇരിക്കുക. അത് തന്നെ, അന്നുള്ള നടന്ന കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ഇരിക്കുക. അതെ, ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലോ എന്നുള്ളത്, അല്ലേ? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഈ വെറുതെ ഇരിക്കല്. അപ്പൊ സാർ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ആ വെറുതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെറുതെ ഒരു പണിയും ഇല്ലാത്ത സമയത്ത് ഫോൺ സ്ക്രോൾ ചെയ്ത് യൂട്യൂബും കണ്ട് ആ രീതിയിലുള്ള വെറുതെ ഇരിക്കലല്ല, മറിച്ച് യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ നിങ്ങളും നിങ്ങളുടെ ആ ഒരു തോട്ട്സും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകളുമായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്, അല്ല ഞാൻ ഉദ്ദേശിച്ച വെറുതെ ഇരിക്കല്. ക്ലിയർ? യെസ് സാർ. നിങ്ങൾ ഇരിക്കുന്ന Yes, സമയം yes. നിങ്ങൾ ഒരു സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസോ ഒരു രീതിയിലുള്ള ആൾക്കാരോ അവിടെ ഉണ്ടാവാൻ പാടില്ല. അതൊരു ഹാഫ് ആൻ അവർ ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുമായിട്ട് നിങ്ങളുടെ സെൽഫുമായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയം, സെൽഫ് ടോക്ക് ചെയ്യുന്ന ആ ഒരു സമയം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മെറ്റാ കോഗ്നിഷൻ വർക്ക് ചെയ്യുന്ന ഒരു ടൈം, ഈ ഒരു ടൈം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു മിനിമം ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ആ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണില്ല, ഒരു 2 years ഒക്കെ മുമ്പായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. എനിക്കിവിടെ ഒരു ജിം ഉണ്ട്, മലപ്പുറം തിരൂർ എനിക്കിവിടെ ഒരു ജിം ഉണ്ട്. സോ ഞാൻ ചെയ്യുക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് ജിമ്മിന്റെ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ജിം ക്ലോസ് ആവും. മോർണിംഗ് ഒരു 10 മണിക്കേക്ക് ജിം ക്ലോസ് ആവും. അതിനുശേഷം ഞാൻ എൻ്റെ റൂമിൽ നിന്ന് കുളിച്ച് മാറ്റി നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ ജിമ്മിൽ പോകും. ആരും കണ്ടാൽ വിചാരിക്കും ഞാൻ എന്താ ജോലിക്ക് പോവാണ്, ബിസിനസ് ചെയ്യാൻ പോവാണെന്നൊക്കെ. ഞാൻ നേരെ ജിമ്മിൽ പോവും. ജിമ്മിൽ പോയി എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ച് ഞാൻ ഏകദേശം അന്ന് ഇരിക്കുന്ന ഒരു ഏകദേശം 1-2 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഞാൻ അവിടെ ഇരിക്കും.
ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്നോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, എന്നോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഞാൻ എന്താണ് ഞാൻ എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കും. ഞാൻ അന്ന് ചെയ്തതിന്റെ ഒരുപാട് റിസൾട്ട് എനിക്ക് എന്റെ നമ്മളെ ലൈഫിൽ. മെയിനായിട്ടുള്ള രാവിലത്തെ മെഡിറ്റേഷന് ഒരു റിലാക്സേഷൻ ആണ്. എന്തായിരുന്നു മാം? രാവിലത്തെ ഡെയിലി മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അത് നമ്മളെ സെൽഫായിട്ട് ഒന്ന് മനസ്സിലാക്കാനുള്ള ഇതാണല്ലോ. റിലാക്സേഷൻ ഉണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ മാം. സോ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫ് അതിനൊരു ടൈം ഉണ്ടാവില്ല, ആ ടൈം ബെസ്റ്റ് ടൈമും കൂടെ ഒന്ന്. നമുക്ക് വെറുതെ ഇരിക്കാനാണോ? അതെ സാർ, അതെ. നമ്മുടെ അയ്യോ സാർ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് അങ്ങനെ ഇരിക്കാൻ ഒരു ബെസ്റ്റ് ടൈം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇരിക്കാൻ ഏതാണ് സത്യം സാർ പറഞ്ഞ ചെയ്ത്? അങ്ങനെ ഇരിക്കാൻ സത്യം പറയാന്നുണ്ടെങ്കിൽ ഒരു ടൈം അതിനില്ല എന്നുള്ളതാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ അഫർമേഷൻ ചെയ്യുന്നത് പോലെ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് പോലെ മോർണിംഗ് ഈവനിങ് എന്നൊന്നും ഇരിക്കണം എന്നില്ല. നമുക്ക് എപ്പോഴാണോ നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്നത്, അല്ല എപ്പോഴാണോ നമുക്ക് അങ്ങനെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ഒന്ന് ഇരിക്കണമെന്ന് തോന്നുന്നത്, ആ ഒരു സമയത്ത് ഇരുന്നാൽ മതി. സ്റ്റാർട്ടിങ് സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര തിരക്കിലാണ്, എനിക്ക് ഇത്ര ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, സോ എനിക്ക് അങ്ങനെയുള്ള ഒരു ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് ഇല്ല എന്ന് വിചാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിക്കിടയിലാണെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? നേരെ ഫോൺ എടുക്കും, സ്ക്രോൾ ചെയ്യും, വാട്സപ്പ് എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അത് വിളിക്കും. അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് 10 മിനിറ്റ് ഒന്ന് വെറുതെ ഇരുന്ന് നോക്കിയേ. ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അങ്ങനെ 10 മിനിറ്റ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല ബോറടി ആയിരിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ തരിക്കും ഫോണൊക്കെ തൊടാൻ വേണ്ടിയിട്ട്. ഈ കള്ള് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആള് അത് യൂസ് ചെയ്തിരിക്കുമ്പോൾ അവർക്കൊരു തരിപ്പ് വരാൻ അതുപോലെ ആയിരിക്കും നമുക്ക്. നമ്മുടെ കൈ ഇങ്ങനെ തരിക്കും നമ്മുടെ ഫോൺ എടുക്കാനും റീൽസ് സ്ക്രോൾ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിക്കാനും വാട്സപ്പ് നോക്കാനും. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബോറടി ആയിരിക്കും. ബട്ട് ആ ഒരു കാര്യത്തെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ വെറുതെ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡിന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോഴാണ് ശരിക്കും നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാവുന്നത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ പോലും അറിയാതെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്താണ്? എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു സ്കില്ല് ഉണ്ട് അല്ലേ? അല്ല, പണ്ട് ആരോ ഒരാൾ എന്തെങ്കിലും ഒരു കോംപ്ലിമെന്ററി പറഞ്ഞിട്ടുണ്ടാവും, നീ അടിപൊളിയാണ്, നീ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെ, നിനക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടല്ലോ, അല്ലെ നിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അടിപൊളിയാണല്ലോ, അല്ലെ നീ ആൾക്കാരോട് നല്ല രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തിട്ടാണല്ലോ സംസാരിക്കുന്നത്. ആ ഒരു കോംപ്ലിമെന്ററി പറഞ്ഞ സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനം എടുക്കുക. ഓക്കെ, ഞാനെന്ന് പറഞ്ഞ വ്യക്തിയോട് ഇന്ന് ഈ ഒരു ടൈമിൽ കുറച്ച് മുമ്പ് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ എനിക്ക് ആ ഒരു സ്കില്ല് ഉണ്ട് എന്ന് നമ്മളവിടെ അനലൈസ് അല്ലെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കാൻ തുടങ്ങും. ഞാൻ ചിലപ്പോൾ ഈ ട്രെയിനിങ് മേഖലയിൽ ഇറങ്ങാനുള്ളൊരു ചിലപ്പോൾ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്നൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ള ആ ഒരു കോംപ്ലിമെന്ററി ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുകയും വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി കൊടുത്ത ടൈമിൽ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുകയും എനിക്ക് അങ്ങനെ ഒരു സ്കില്ല് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടാണ് ഞാൻ എന്റെ ഓപ്പർച്യൂണിറ്റീസിനെ ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. സോ നമ്മളന്ന് പറഞ്ഞ വ്യക്തി എന്താണ് എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളന്ന് പറഞ്ഞ വ്യക്തി എവിടെ എത്തും എന്നതിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. റൈറ്റ്? ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. സെൽഫ് ടൈം എന്ന് പറയും. ഇതിൽ ഞാൻ മെഡിറ്റേഷൻസോ അഫർമേഷൻസോ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം: ഒരു ഡിസ്ട്രാക്ഷൻസ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒരു രീതിയിലുള്ള ആൾക്കാരോട് ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഇപ്പോഴാണെങ്കിൽ പോലും ഞാനൊരു ചില സമയത്തൊക്കെ ഞാൻ ഒരു കഫേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 hour 1 hour ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഞാൻ അവിടെ പോയിരിക്കും. എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ കോള് പോലെ എടുക്കൂല ഞാൻ. ബിക്കോസ് എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ടൈമാണ്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫ്രണ്ട്സുകളുടെ കൂടെ ഇരിക്കാനും അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും ചിരിക്കാനും തമാശ പറയാനൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ സെൽഫിന് കൊടുക്കേണ്ട ഒരു ടൈം എനിക്കത് കൊടുത്തേ പറ്റൂ. ആ ഒരു സമയത്ത് എനിക്ക് മറ്റുള്ളവർ ആരും എന്റെ കൂടെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കോള് വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത, ഞാൻ എല്ലാ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും ഞാൻ അവിടെ പോയിരിക്കുന്നുണ്ടാകാം. അപ്പോഴായിരിക്കും ഞാൻ എന്നെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ടാകാം. ഇന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുക, എനിക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, ആ ഒരു വീക്ക്നെസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് ഡെവലപ്പ് ചെയ്യണം. അല്ല, എനിക്ക് ഇന്ന് ഒരാൾ എന്നോട് ഈ ഒരു കോംപ്ലിമെന്ററി പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കോംപ്ലിമെന്ററി ശരിക്കും എൻ്റെ ഉള്ളിൽ ആ ഒരു സ്കില്ല് എനിക്ക് ഉണ്ടോ, ആ ഒരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അനലൈസ് ഉണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഒരു ഐഡിയ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യണം. മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടാവരുത് നമ്മുടെ സ്കിൽസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടാവരുത് നമ്മുടെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
മറ്റുള്ളവർ പറയുന്ന രീതിയിലാവരുത് നമ്മൾ നമ്മുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് എവിടെ പോകണമെന്ന് നമുക്കറിയണം. അടുത്ത 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ വ്യക്തി ഏത് പൊസിഷനിലായിരിക്കും ഉണ്ടാകുക, എന്റെ ക്വാളിറ്റി എന്തായിരിക്കും, എന്റെ സ്കിൽസ് അപ്പം എന്തായിരിക്കും, എന്റെ പൊട്ടൻഷ്യൽ അപ്പം എത്രയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി നമുക്ക് ഇന്ന് ഉണ്ടായിരിക്കണം. ക്ലിയർ? ലൈഫിൽ എന്തിനാണ് ഗോൾസ് വേണമെന്ന് പറയുന്നത്? ലൈഫിൽ എന്താണ് ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു വിഷൻ, ഒരു ഡ്രീംസ് ഒക്കെ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്തിനായിരിക്കും? എനിക്കൊരു ഗോൾ വേണം, എനിക്ക് ബിസിനസ് മാൻ ആവണം, എനിക്കൊരു ടീച്ചർ ആവണം, എനിക്കൊരു ട്രെയിനർ ആവണം, എനിക്കൊരു ഓൺടർപ്രണർ ആവണം അപ്പൊ എന്ന് നമ്മൾ ഈ പറയുന്നത് നല്ല വില ഇതിൽ പോലെ നമ്മളാ ലുക്കിൽ പോയില്ലുണ്ടല്ല. എന്തായിരിക്കും അതിന്റെ റീസൺ? ഗോൾ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് എവിടെ ക്ലാരിറ്റി എത്താൻ പറ്റില്ല. ഉണ്ടാവില്ല. ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്താ പിന്നെ ചെയ്യാ? ഞാനിപ്പോ പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ടാക്സിയിൽ കയറി, ഓക്കെ, നമ്മളിപ്പോ ഇവിടെ കാലിക്കറ്റ് എന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ടാക്സി കയറിയിട്ട് നമുക്ക് ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം എന്നൊരു ഐഡിയ നമുക്കില്ല. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഇന്ന സ്ഥലത്ത് ഒരു കാലിക്കറ്റ് നമ്മൾ കയറിയിട്ട് നമുക്ക് മലപ്പുറത്ത് പോകണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ടാക്സി ഡ്രൈവറോട് നമ്മളത് പറഞ്ഞിട്ടില്ല. അപ്പൊ ടാക്സി മുന്നോട്ടേക്ക് പോവുകയാണ്, നമുക്ക് ഇത്ര ടൈമിന് എത്തണം നമ്മളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ടാക്സി മുന്നോട്ടേക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കും? പോകുന്ന സമയത്ത് സൈഡിൽ എന്തെങ്കിലും ഒരു കാര്യം കാണാന്നുണ്ടെങ്കിൽ, ഒരു ഹോട്ടൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യും. കുറച്ചും കൂടി മുന്നോട്ടേക്ക് വണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു വാട്ടർഫോൾസോ കാര്യങ്ങൾ എന്തെങ്കിലും കാണാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ നിർത്തി അവിടെ കുറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും. കുറച്ചും കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോകാന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ്സോ കാര്യങ്ങളോ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ നിർത്തി അവിടെ നമ്മൾ കുറെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ ഇത്ര സ്ഥലത്ത് ഞാൻ വിചാരിച്ച ആ ഒരു സ്ഥലത്ത് എത്തണം എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല, അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ എത്ര ടൈം കൊണ്ട് ഞാൻ അവിടെ എത്തണം എന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഞാൻ പോകുന്ന വഴിക്ക് എന്ത് ഡിസ്ട്രാക്ഷൻസ് കണ്ടാലും ഞാൻ അവിടെ നിർത്തി അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞാൻ മെല്ലെ ആയിരിക്കും പോകുന്നുണ്ടാകാം. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ അവസ്ഥയും. നമുക്ക് എവിടെ എത്ര ടൈമിൽ എത്തണം എന്നതിനെ പറ്റിയിട്ട് ലൈഫിൽ ഒരു ഗോൾ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അടുത്ത 2 വർഷത്തിനുള്ളിൽ എനിക്ക് ഇന്ന പൊസിഷനിൽ എത്തണം എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിൽ സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മൾ ആ ഒരു വഴിയിലേക്ക് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് ഡിസ്ട്രാക്റ്റഡ് ആവും. ആരെങ്കിലും ടൂർ പോകാനുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വഴിയിലേക്ക് നമ്മൾ പോകും. നമുക്ക് എപ്പോഴാണ് നമുക്ക് എത്തേണ്ടത് എന്നതിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. 2 വർഷത്തിനുള്ളിൽ നമുക്ക് അവിടെ എത്തണം, എനിക്ക് ഇന്ന ഗോൾ പൊസിഷനിൽ എനിക്ക് എത്തണം, എനിക്കൊരു ഇന്റർനാഷണൽ ട്രെയിനർ ആവണം എന്നുള്ള ആ ഒരു വിഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈമും, ഞാൻ വേസ്റ്റ് ചെയ്യുന്ന ഓരോ ടൈമും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഇത്ര വർഷം കൊണ്ട് എനിക്ക് ഇന്ന് എന്റെ ഗോളിലേക്ക് എത്തണം. സോ ഞാൻ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് ആ ഒരു ഗോളിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. സോ ഇതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഒരു ഗോളിന് വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം. കറക്റ്റ് ആയിട്ട് നമ്മളൊരു ഡ്യൂറേഷൻ നമ്മൾ അതിന് സെറ്റ് ചെയ്ത് വെക്കണം. ഇത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് ഞാനിത് അച്ചീവ് ചെയ്യും, ഇത്ര വർഷം കൊണ്ട് ഞാനിത് അച്ചീവ് ചെയ്യും, ഇതായിരിക്കും എന്റെ പൊസിഷൻ. അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും, എന്റെ പൊസിഷൻ ഇതായിരിക്കും, ഞാൻ ഇന്ന മേഖലയിലായിരിക്കും ഞാൻ ഉണ്ടാവുക, എന്റെ സ്കിൽസ് ഇത്രത്തോളം ഉണ്ടാവും, എനിക്ക് ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിരിക്കും എന്നതിനെ പറ്റിയിട്ട് നല്ല ക്ലാരിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്ലാരിറ്റിയോട് കൂടി ലൈഫിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് there is no doubt about that. നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും. ക്ലിയർ? സോ നമ്മുടെ സെൽഫിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സെൽഫ് അനാലിസിസ് ടൂള് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ ഞാൻ സംസാരിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ടൂൾ സെഷനാക്കി എടുക്കണം എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് സെൽഫ് ക്ലാരിറ്റി എന്നുള്ള രീതിയിലേക്ക് ഞാൻ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ SWOT അനാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? SWOT, SWOT അനാലിസിസ്. എന്താണ് SWOT അനാലിസിസ്? ആർക്കറിയാം? ഞാൻ ഓൾറെഡി ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പുള്ള സെഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെങ്ത്, വീക്ക്നെസ്, പിന്നെ ഓപ്പർച്യൂണിറ്റി, പിന്നെന്താ എന്തോ ലാസ്റ്റ് ഒരു മനസ്സിലായില്ല. ഇത്രയും കാര്യങ്ങളൊന്നും
അല്ലെങ്കിൽ ചാലഞ്ചസ് എന്ന് പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. ക്ലിയർ? സോ നമ്മുടെ ലൈഫിന്റെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള 4 കോമൺ ഫാക്ടേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എന്റെ ലൈഫിൽ വരാൻ ചാൻസ് ഉള്ള ചാലഞ്ചസുകൾ അല്ലെങ്കിൽ ത്രെഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു 4 ഫാക്ടർ എങ്കിലും നമ്മളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ എല്ലാവരും ഒരു നോട്ട് പെന്നും എടുത്ത് നിങ്ങൾ എല്ലാവരുടെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഒരു ബോക്സ് വരക്കുക. ഒരു മെട്രിക്സ് പോലെ ഒരു 4 ബോക്സ് വരക്കുക. ആ ഒരു ബോക്സിൽ ഒന്നാമത്തെ ബോക്സിൽ എഴുതേണ്ടത്, ഒന്നാമത്തെ ബോക്സിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആയിരിക്കണം. രണ്ടാമത്തെ ബോക്സിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് വീക്ക്നെസ് ആയിരിക്കണം. മൂന്നാമത്തെ ബോക്സിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കണം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ത്രെഡ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ചാലഞ്ചസ് ആയിരിക്കണം. ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും യെസ് എന്ന് കമന്റ് ചെയ്യട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ ആർക്കെങ്കിലും ക്ലിയർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സർ 5 ബോക്സ് വരയ്ക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒന്ന് സ്ട്രെങ്ത്, പിന്നെ വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ചാലഞ്ചസ്. യെസ്, ചലഞ്ചസ് ഓർ ത്രെഡ്സ് 4 ബോക്സ് കേട്ടോ ടോട്ടല്, ഒരു മെട്രിക്സ് പോലെ. അതിന്റെ 4ന്റെ ഹെഡിങ് ഇതായിരിക്കണം. അതിന്റെ അടിയിൽ ഒരു മിനിമം 10 പോയിന്റ്സ് എങ്കിലും എഴുതാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഗ്യാപ്പ് വിടുക. നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ ഒരു 3-4 പോയിന്റ്സ് എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, നമുക്കത് റഫ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ചെയ്യാം. നിങ്ങൾ ഇതൊരു മാറി ജസ്റ്റ് ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അത് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് കൂടിയാണിത്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്താൽ മതി. ഇപ്പൊ ജസ്റ്റ് ഒരു 3 പോയിന്റ്സ് എങ്കിലും മിനിമം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കണം നിങ്ങൾ ആ ഒരു ബോക്സ് സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും യെസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ചെയ്തോ? യെസ് സർ. ഓക്കെ, എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ, ചിലപ്പോൾ 1 അവർ എടുത്തേക്കാം, 1.5 hours എടുത്തേക്കാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ നല്ല രീതിയിൽ ടൈം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ആ ഒരു ടൈം അവൈലബിലിറ്റി എടുത്തിട്ട് നിങ്ങൾ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫോണും കാര്യങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അതൊക്കെ വേറെ റൂമിലേക്ക് കൊണ്ടുവെക്കാം. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ റൂമിൽ പോയി ഇരിക്കുക. ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഒരു നോട്ട്ബുക്കും ഒരു പേനയും മാത്രമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇത് ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ബ്രീത്ത് എക്സസൈസോ ഒരു ഫോക്കസ് മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ ബോഡി സ്കാൻ മെഡിറ്റേഷനോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ചിന്തകൾ കൊണ്ട് നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും അല്ലെ. പല കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാനോ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 minutes എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രീത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ആ ഒരു 4 മെട്രിക്സ്, ആ ഒരു 4 ബോക്സും നിങ്ങൾ ഫില്ല് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാധി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തർക്കും നിങ്ങൾ ചിലപ്പം ഇതുവരെ ഫൈൻഡ് ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ അനലൈസ് ചെയ്തിട്ടില്ലാത്ത അത്രയും സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് സ്ട്രെങ്ത് ഒന്നും അങ്ങനെ പറയാൻ മാത്രം സ്ട്രെങ്ത് ഒന്നും എനിക്കില്ലല്ലോ, ഞാൻ ഇത്രയും ക്വാളിറ്റി ഒന്നും എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് നിങ്ങൾ പോലും നിങ്ങൾ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതല്ല.
നിങ്ങൾ അതിനെപ്പറ്റി ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇതുവരെ അനലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്തിനെ പറ്റി ചിന്തിക്കാൻ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ സെൽഫിന് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നതാണ് റിയാലിറ്റി. സോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, നമ്മൾ പോലും അറിയാത്ത, അല്ലെ നമ്മൾ പോലും ഇതുവരെ ചിന്തിക്കാത്ത ഒരുപാട് ക്വാളിറ്റീസ് നമുക്കുണ്ട്. അതെന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. ക്ലിയർ? സോ നമ്മുടെ സ്ട്രെങ്ത് എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഹലോ ഓക്കെ, ക്ലിയർ അല്ലേ? എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ. സോ എനിക്ക് എന്റേതായ രീതിയിലുള്ള എന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ അത് കോൺഫിഡൻസ് ആവാം, ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല പ്രസന്റേഷൻ സ്കില്ലാവാം, മണി മാനേജ്മെന്റ് സ്കില്ലാവാം, മണി മേക്കിംഗ് സ്കില്ലാവാം, അല്ലെങ്കിൽ ആൾക്കാരോട് നല്ല രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താണോ ആ ഒരു സ്കിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മിനിമം ഒരു 3 സ്കിൽസ്, 3 സ്ട്രെങ്ത് എങ്കിലും എല്ലാവരും ഇപ്പൊ തന്നെ എഴുതുക. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചെയ്തു പോവാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നീട് നിങ്ങൾ ഒന്നും കൂടി റഫ് ആയിട്ട് ഇരുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവം ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ 3 സ്ട്രെങ്ത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഞാൻ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽസ് എനിക്കുണ്ട്, ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സ്കിൽസ്, ഒരു മിനിമം 3 സ്കിൽസ് എങ്കിലും നമ്മൾ ഇപ്പം കറക്റ്റ് ആയിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാം. ചെയ്തോ? എഴുതി? സോ എഴുതി, എല്ലാവരും എഴുതിയിട്ടില്ലേ? അടുത്ത നമ്മൾ എന്താണ്? ബോക്സ് എന്താണ്? വീക്ക്നെസ് ആണ് അല്ലേ? എന്താണ് ശരിക്കും നമുക്ക് വീക്ക്നെസ് ഉണ്ടോ? ഒരുപാടുണ്ടല്ലേ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ സ്ട്രെങ്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ പല ആൾക്കാർക്ക്, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്ക് ചിലപ്പോൾ വീക്ക്നെസ് പറയാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരുപാട് കാര്യം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലേ? നമ്മളെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ ബ്രെയിൻ ഇഷ്ടം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതാണ്. ബ്രെയിൻ്റെ നെഗറ്റീവ് ബയാസ് എന്ന് പറയും. ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെ അങ്ങനെയാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ ബ്രെയിൻ ഇഷ്ടം എന്ന് പറയുന്നത്, ബ്രെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ് ചിലപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്നാൽ പോലും അത് ചിലപ്പം ഓവർ തിങ്ക് ചെയ്തിട്ട്, അങ്ങനെ ഒരു വീക്ക്നെസ് നമുക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വീക്ക്നെസ് ആയിരിക്കാം. സോ ആ രീതിയിലുള്ളതല്ല നമുക്ക് വേണ്ടത്. കറക്റ്റ് ആയിട്ട് എൻ്റെ ഉള്ളിൽ ഈ ഒരു വീക്ക്നെസ് ഉണ്ടോ? എനിക്ക് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീക്ക്നെസ് എനിക്കുണ്ടോ? എനിക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലെ എനിക്ക് മണി മാനേജ്മെന്റ് ചെയ്യാൻ എനിക്ക് അറിയില്ലേ? എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല, അല്ലെ എനിക്ക് ഒരുപാട് ഫോൺ എനിക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു അഡിക്ഷൻസ് എനിക്കുണ്ട്. ഒരുപാട് വീക്ക്നെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് കറക്റ്റ് എന്താന്നുള്ളത് ടൈം എടുത്ത്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും 3 വീക്ക്നെസ്, നിങ്ങൾക്കുള്ളിലുള്ള 3 വീക്ക്നെസ് നിങ്ങൾ കറക്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈം എടുത്ത് നിങ്ങൾ ഓരോന്നും അനലൈസിസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ ഉള്ളിലുള്ള വീക്ക്നെസ് എന്താണ്? എനിക്ക് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ശീലമുണ്ടോ? എൻ്റെ ലൈഫിൽ എൻ്റെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? മറ്റുള്ളവർ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? അവർ മെയിൻലി എന്നോട് നീ അത് ചെയ്യാൻ പറ്റില്ല, നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയാനുള്ള റീസൺ എന്തായിരിക്കും? അതിനൊരു റീസൺ ഉണ്ടാവും. അത് റിയാലിറ്റി ആണോ, അല്ലെങ്കിൽ അവർ എന്നോട് വെറുതെ പറയുന്നതാണോ എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എഴുതിയോ എല്ലാവരും? 3 വീക്ക്നെസ് എഴുതിയോ? ഇനി എല്ലാവരും നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് നോക്കുക. ഓക്കെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഉണ്ടാവാൻ ഇടയാനുള്ള ചാൻസസ് ആണ്, അവസരങ്ങളാണ് അല്ലെ? നമ്മുടെ ലൈഫ് സക്സസ് ആക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള അവസരങ്ങളാണ്. ഈ ഒരു അവസരങ്ങൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ഇത് കൺസിഡർ ചെയ്യുന്നത്, ഭാവി നമ്മളെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലിയർ? നമുക്ക് എന്താണോ ക്വാളിറ്റീസ് ഉള്ളത്, നമുക്ക് എന്താണോ സ്കിൽസ് ഉള്ളത്, അതിനനുസരിച്ചിട്ടുള്ള, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കണം നമ്മൾ അവിടെ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പ്രസന്റേഷൻ, ഓക്കെ, ഞാനിപ്പോ സ്ട്രെങ്ത് ആയിട്ട് എഴുതിയിട്ടുള്ളത് എനിക്ക് നല്ല പ്രസന്റേഷൻ സ്കിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഭാവിയിൽ എനിക്ക് എന്താവും? എനിക്കൊരു ടീച്ചർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്.
ഒരു ട്രെയിനർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു ഏത് സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണോ എന്റെ സ്കിൽസ് വെച്ചിട്ട് എന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് എനിക്ക് എന്ത് അവസരങ്ങളാണോ എനിക്ക് ഭാവിയിൽ വരാൻ പോകുന്നത് അതിനെ റൈറ്റ് ഡൗൺ ചെയ്യും. മൂന്ന് കാര്യം മിനിമം നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യാം. എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സ്ട്രെങ്ത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു പോസിബിലിറ്റീസ് എനിക്ക് അവിടെ ഉണ്ട്. സോ ആ രീതിയിലുള്ള നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എഴുതുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക, അല്ലെങ്കിൽ കമന്റിൽ ചോദിക്കുക. നമുക്ക് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം. എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന 3 ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, ചെയ്തോ എല്ലാവരും? ചെയ്തു. ലാസ്റ്റ് നമ്മുടെ പോയിന്റ്സ് എന്തായിരുന്നു? ചാലഞ്ച് അല്ലേ? എന്താണ് ചാലഞ്ച് എന്ന് പറയുന്നത്? എന്താണ് ത്രെഡ്സ് എന്ന് പറയുന്നത്? നമ്മുടെ എല്ലാവരും വീക്ക്നെസ് നോക്കുക. നമ്മുടെ ഒരു 3 വീക്ക്നെസ് ചെയ്തിട്ടുണ്ട്. എന്റെ ഇപ്പത്തെ ആ ഒരു വീക്ക്നെസ് വെച്ചിട്ട് എനിക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഈ വീക്ക്നെസ് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, ത്രെഡ്സ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് റൈറ്റ് ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ത്രെഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? എന്റെ ആ ഒരു വീക്ക്നെസ് വെച്ചിട്ട് ഞാൻ ഭാവിയിൽ ഫേസ് ചെയ്യാൻ ഇടയുള്ള ചാലഞ്ചസുകൾ ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്നെസ് നമ്മൾ എഴുതിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണെന്ന് വിചാരിച്ചോ, ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി സ്ക്രോൾ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഭാവിയിൽ എനിക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? എനിക്ക് ഭാവിയിൽ എന്റെ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് എനിക്കുണ്ട്. ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഫോക്കസ് നഷ്ടപ്പെടാൻ, എനിക്ക് ഒരു കാര്യത്തിൽ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. നമ്മുടെ വീക്ക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണോ അത് എഴുതുക. അതൊരു 3 പോയിന്റ്സ് എഴുതുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചാലഞ്ചസ് എഴുതുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കണക്ട് ചെയ്തിട്ട് എഴുതുക. നിങ്ങളുടെ വീക്ക്നെസ് എഴുതുമ്പോൾ, നിങ്ങളുടെ ത്രെഡ്സ് എഴുതുമ്പോൾ, ചാലഞ്ചസ് എഴുതുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സിനെ കണക്ട് ചെയ്തിട്ട് എഴുതുക. സോ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടും. ഈ 4 പോയിന്റ്സും എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് യെസ് എന്ന് കമന്റ് ചെയ്തേ. 4 ബോക്സും നിങ്ങൾ ഒരു 3 പോയിന്റ്സ് വെച്ച് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മളിപ്പോ നമ്മുടെ സ്ട്രെങ്ത് എഴുതി, വീക്ക്നെസ് എഴുതി, ഓപ്പർച്യൂണിറ്റീസ് എഴുതി, അതുപോലെ തന്നെ ത്രെഡ്സും എഴുതി.
ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരൂല, കറക്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റിയെന്ന് വരൂല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിനെ പറ്റിയൊന്നും ഇതുവരെ ചിന്തിക്കാത്തത് കൊണ്ട് നമ്മുടെ സെൽഫിനെ പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യാനും നമ്മളെന്ന് പറഞ്ഞ വ്യക്തി എന്താണ് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാനും നമ്മൾ ഇതുവരെ ടൈം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനെയുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ എടുത്തിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി മാറി ഒരു സ്ഥലത്തിരിക്കാം. നല്ല രീതിയിൽ ഒരു A4 പേപ്പറോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പേപ്പർ എടുക്കാം. ദെൻ നിങ്ങളുടെ മുന്നിൽ പെന്നും നോട്ട്സും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. കറക്റ്റ് ഓരോന്നും ചിന്തിച്ച് സ്ട്രെങ്ത് നിങ്ങൾ എന്താണെന്ന് കറക്റ്റ് ചിന്തിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് അത് നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങളോട് ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞ കോംപ്ലിമെന്ററി ആവാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആവാം, എന്തോ ആയിക്കോട്ടെ, അത് എന്താന്നുള്ളത് കറക്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും നിങ്ങൾ കറക്റ്റ് അത് റൈറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ വിചാരിക്കാത്ത രീതിയിലുള്ള മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരു 4 ബോക്സും ഫിൽ അല്ലേ? യെസ് സർ. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യുക? നമ്മൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? വെറുതെ ഇരുന്നാൽ മതിയോ? ഞാൻ അതൊക്കെ എഴുതി എനിക്ക് സെൽഫ് ക്ലാരിറ്റി കിട്ടി എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ മതിയോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിനി നമുക്ക് ഈ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? നമ്മുടെ ഇതിലുള്ള വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാലഞ്ചസ്, നമ്മുടെ അല്ലെങ്കിൽ ത്രെഡ്സ്, നമുക്ക് വരാനിടേണ്ടായ ചാലഞ്ചസ് കുറയുന്നത്. ക്ലിയർ? നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മളത് വീക്ക്നെസ്സിനെ ഇംപ്രൂവ് ചെയ്തിട്ട് സ്ട്രെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാനിടയാവുന്ന ചാലഞ്ചസുകൾ കുറയുകയും നമുക്ക് വരാനിടയാവുന്ന ഓപ്പർച്യൂണിറ്റീസ് കൂടുകയും ചെയ്യുന്നു. ക്ലിയർ? മനസ്സിലായില്ലേ? നമ്മുടെ വീക്ക്നെസ് നമുക്കൊരു 3 പോയിന്റ്സ് നമ്മൾ വീക്ക്നെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 പോയിന്റ്, ഇപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? കറക്റ്റ് നമുക്ക് നമ്മുടെ ഒരു വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കി, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇറ്റ്സ് ഓക്കെ. വീക്ക്നെസ് എന്താന്ന് ഒരുപാട് വീക്ക്നെസ് ഇങ്ങനെ എഴുതി കൂട്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ ആവരുത് കേട്ടോ. എനിക്ക് ഇത്രയും വീക്ക്നെസ് ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ സെൽഫ് ബ്ലെയിം ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഞാനിത് അണ്ടർസ്റ്റാൻഡ് ചെയ്തല്ലോ, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നത് മാത്രം ഉദ്ദേശിച്ചാൽ മതി. അതിനെ വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ വിളിക്കണമെന്നില്ല. എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എൻ്റെ ലൈഫിൽ എനിക്കതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് മേഖലകളാണിത്. അതാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. സോ ആ ഒരു വീക്ക്നെസ് ഇത്രയും കാണുമ്പോൾ സമയത്ത് നിങ്ങൾ ആ ഒരു വീക്ക്നെസ്സിനെ നിങ്ങൾ സ്ട്രെങ്ത് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അതിന് ഞാൻ എന്തൊക്കെ പഠിക്കണം? ഞാൻ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യണം? ഞാൻ ആരൊക്കെ ഞാൻ കണ്ട് സംസാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള നോളജ് ഞാൻ സീക്ക് ചെയ്യണം എന്നതിനെ പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു വീക്ക്നെസ്സിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാലഞ്ചസുകൾ കുറയുകയും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ആ ഒരു സോട്ട് അനാലിസിസ് ചെയ്തത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാനും നമ്മുടെ ലൈഫ് ബെറ്റർ, ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാം. എങ്കിലേ നിങ്ങൾ ക്ലാരിറ്റി ആയിട്ട് റൈറ്റ്. പിന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഹലോ, എന്താ മാം? ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ജെന്യൂൻ ആയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാം. നിങ്ങളുടെ സ്ട്രെങ്ത് ആണെങ്കിലും നിങ്ങളുടെ വീക്ക്നെസ് ആണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ നോട്ട് ഡൗൺ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ നമ്മുടെ സെൽഫിനോട് തന്നെ നമ്മൾ ബ്ലെയിം ചെയ്യുകയോ നമ്മുടെ സെൽഫിനോട് തന്നെ നമ്മൾ പറ്റിക്കുകയോ ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും CLR എന്ന് കമന്റ് ചെയ്തേ. ഇത്രയും പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ CLR എന്ന് കമന്റ് ചെയ്തേ. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ CLR എന്ന് കമന്റ് ചെയ്ത എല്ലാ ആൾക്കാരും. നമ്മളിപ്പോ എന്താണ് സോട്ട് അനാലിസിസ്, എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് എന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെയാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു.
ഇതിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ സെൽഫ് ക്ലാരിറ്റി ഉണ്ടാവുന്നത്. നമ്മുടെ സെൽഫിനെ പറ്റി നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് വിഷമിക്കുന്നത്, ആൾക്കാർ എന്ത് പറയുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്, അല്ല എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ സെൽഫിന് എനിക്കൊരു സന്തോഷം ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ സെൽഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത്. സെൽഫ് ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്ക് എൻ്റെ ലൈഫിനെ പറ്റി ഒരു സെൽഫ് ക്ലാരിറ്റി ഉണ്ടാവുമ്പോഴാണ് എനിക്ക് നല്ല ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ്, നമ്മുടെ ഫ്യൂച്ചർ ബെറ്റർ ആവുന്നത്. ക്ലിയർ? ഇതിന്റെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സെൽഫ് അവയർനെസ്, സെൽഫ് ക്ലാരിറ്റി, ബെറ്റർ ഡിസിഷൻ, ബെറ്റർ ഫ്യൂച്ചർ. നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മളെ സെൽഫിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സെൽഫിനെ പറ്റിയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ സെൽഫ്, നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉള്ള സംബന്ധിച്ചിടത്തോളം നമുക്ക് സെൽഫ് ക്ലാരിറ്റി ഉണ്ടാവുന്നു. സെൽഫ് ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സിറ്റുവേഷനിലും റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോഴാണ് ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് വരുമ്പോഴാണ് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. ബെറ്റർ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ലൈഫ് ബെറ്റർ ആവുന്നത്, ഫ്യൂച്ചർ ബെറ്റർ ആവുന്നത്. ക്ലിയർ? സോ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എഴുതിയ ബുക്ക് നിങ്ങൾ മടക്കി വെച്ച് നിങ്ങൾ പോരുത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ചെറിയ രീതിയിൽ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്നത് എന്താണ്, ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം. ഞാനൊരു കാര്യം ഞാനിപ്പോ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട്, അതിലേതാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട 3 കാര്യം എന്തൊക്കെയാണ്? വാട്ട് ഷുഡ് ഐ സ്റ്റോപ്പ് ഡൂയിങ്? ഞാനിപ്പോ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഷുഡ് ഐ സ്റ്റാർട്ട് ഡൂയിങ്? ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട 3 കാര്യങ്ങൾ, ഞാൻ ഇപ്പം എൻ്റെ സെൽഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, ഞാനിപ്പോൾ ഓൾറെഡി ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ഷുഡ് ഐ കണ്ടിന്യൂ ഡൂയിങ്? ഞാൻ ഓൾറെഡി ചെയ്യുന്ന കാര്യം തന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ക്ലിയർ? 3 പോയിന്റ്സ്, 3 ഹെഡിങ് നമ്മളിപ്പോൾ പറഞ്ഞു. ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ തുടങ്ങേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ജിമ്മിൽ ഇപ്പോൾ എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് എനിക്ക് വർക്കൗട്ട് ചെയ്യണം, എനിക്ക് ജിമ്മിൽ പോകണം, അത് ഞാനിപ്പം ചെയ്യാൻ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് ടൈം ഞാൻ മാറ്റി വെക്കണം, അത് ഞാൻ ഇനി മുതൽ ചെയ്യാൻ തുടങ്ങേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം നമുക്ക് പറയുന്നത്, എനിക്ക് ജേർണലിംഗ് ചെയ്യാൻ തുടങ്ങണം. എനിക്ക് എൻ്റെ ചിന്തകളെ എനിക്ക് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചിന്തകൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് എനിക്ക് അതിന് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. സോ ഞാൻ ജേർണലിംഗ് ചെയ്യാൻ തുടങ്ങും, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ള രീതിയിലുള്ള, ഇനി തുടങ്ങണം എന്നുള്ള 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് ഷുഡ് ഐ സ്റ്റോപ്പ് ഡൂയിങ്? ഞാൻ എന്താണ് നിർത്തേണ്ടത്? ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബാഡ് ഹാബിറ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഫോൺ സ്ക്രോളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് നിർത്തണം, അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ആവാം, കൺസിസ്റ്റൻസി ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ മോർണിംഗ് എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഞാൻ മോർണിംഗ് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്, അതാവാം. അല്ലെ നൈറ്റ് ഞാൻ ലേറ്റ് ആയിട്ട് കടന്നുറങ്ങുന്നതാവാം. എന്താണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ള 3 പോയിന്റ്സ് ചെയ്ത്. മൂന്നാമത്തെ നമ്മൾ ഹെഡിങ് നമ്മൾ പറഞ്ഞു, എന്താണ് ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടത്? ഓൾറെഡി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണം. ഓൾറെഡി നല്ല ഹാബിറ്റും കാര്യങ്ങളും റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ടൈമിൽ കടന്നുറങ്ങി മോർണിംഗ് ഒരു 5-5:30 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. ഓൾറെഡി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു 3 ഹെഡിങ് കൊടുക്കുക. 3 ഹെഡിങ്ങിന്റെ അടിയിലും നിങ്ങൾ ചെയ്യേണ്ട 3 പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ക്ലിയർ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കുക. ഇത് ഞാനിപ്പോൾ ഇവിടുന്ന് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ അത് പറഞ്ഞതുപോലെ ഞാൻ ഒന്നുകൂടി പറയാം.
ഇതിന് വേണ്ടി ഒരു ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യുക, അത് നിങ്ങൾ അനലൈസ് ചെയ്യുക, നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരു മിനിമം 10 മിനിറ്റ്സ് എങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും ഇല്ലാതെ വെറുതെ ഇരിക്കാൻ പഠിക്കുക. ഭയങ്കര ബോറടി ആയിരിക്കും ആ ഒരു സമയത്ത്, നമുക്ക് എന്തൊക്കെയോ ചിന്തകൾ വരും, ഭയങ്കര ബോറടിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരും. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ എന്ന് തോന്നും, ആരോടെങ്കിലും സംസാരിക്കണം തോന്നും, ഫോൺ എടുക്കണം തോന്നും, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തോട് സ്പെൻഡ് ചെയ്യണം, അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇരിക്കാതെ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് ട്രിഗർ ചെയ്യിപ്പിക്കുന്നതാണത്. സോ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ സെൽഫ് അവെയറോട് കൂടി ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എന്റെ ചിന്തകളാണ്. നമ്മൾ പറയാൻ നടന്നില്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ കുറച്ച് ചിന്തിക്കുന്ന ചിന്തകളുടെ ഒരു ഔട്ട്കം ആവും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു ഔട്ട്കം ആവും നമ്മുടെ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് തന്നെ നിങ്ങൾ എന്താണ് ചിന്തിക്കാറുള്ളത് എന്നുള്ളത്? മോസ്റ്റ് പീപ്പിൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ചിന്തകളായിരിക്കും. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും, അവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താണ് എന്റെ ലൈഫിൽ ഇതുവരെ സക്സസ് ആവാത്തത് എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അവെയർ ചെയ്യുക, അതൊന്ന് ഒബ്സർവ് ചെയ്യുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദെൻ നേരെ അത് കൺവേർട്ട് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് കോൺഷ്യസ്ലി നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ടാണ് സെൽഫ് അവയർനെസ് ഉണ്ടാകുക എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ? സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെറുതെ ഇരിക്കുക, ഒരു 10ഉം 20ഉം പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ടൈമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അത് ഇരുന്നൊരു കണ്ടിന്യൂസ് നിങ്ങൾ ഒരു 1 വീക്ക് 2 വീക്സ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ പോലും എത്ര ടൈം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളൊരു നിങ്ങളുടെ വർക്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് കിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ മാറി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ അനലൈസ് ചെയ്യുകയും മറ്റുള്ള കാര്യത്തിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. സോ ക്ലിയർ ആണ് എല്ലാവർക്കും? യൂസ്ഫുൾ ആയോ? വെരി യൂസ്ഫുൾ സാർ. വെരി യൂസ്ഫുൾ സർ. Okay, thank you so much. ബോറടി ഒന്നുമില്ല, ഇരുത്തം വളരെ ഭയങ്കര സുഖാണ്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ഓൾ. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. വെരി യൂസ്ഫുൾ സെഷൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ സെഷൻ. വിലപ്പെട്ട അറിവുകൾ നൽകിയതിന് അൽഹംദുലില്ലാ.